ഞാനൊരു പെന്തക്കോസ്ത് സഭയുടെ പാസ്റ്ററാണ്. കഴിഞ്ഞ കാലങ്ങളിൽ അനേക ചോദ്യങ്ങൾ ഞാൻ അഭിമുഖീകരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ആഭരണ വർജനം എന്നുള്ള വിഷയം. പലർക്കും ആ വിഷയത്തിൽ പല സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പൊതുസമൂഹത്തിൽ നിന്നും ആ രീതിയിലുള്ള പല ചോദ്യങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. പെന്തക്കോസ്ത് സമൂഹത്തിൽ തന്നെയുള്ളവർ ഈ വിഷയം ചർച്ചകൾ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ. അതിൽ മെയിനായിട്ടുള്ള ചില ചോദ്യങ്ങൾ ഇങ്ങനെയാണ്: സ്നാനപ്പെടുന്ന സമയത്ത് ആഭരണം ധരിച്ച ഒരാളെ സ്നാനപ്പെടുത്താൻ കഴിയുമോ? 2, കർത്തൃമേശ സമയത്ത് ആഭരണം ഉപയോഗിച്ച ഒരു വ്യക്തിക്ക് കർത്തൃമേശ കൊടുക്കാമോ, അല്ലെങ്കിൽ ആഭരണം ഇട്ട ഒരു വ്യക്തി കർത്തൃമേശ എടുക്കാമോ? 3, വിവാഹ സംബന്ധമായി വിവാഹത്തോടുള്ള ബന്ധത്തിൽ ആഭരണം ധരിച്ചെത്തുന്ന ഒരാളെ വിവാഹം കഴിപ്പിക്കുന്നതിന് പെന്തക്കോസ്ത് സമൂഹം അതിനെ ഉൾക്കൊള്ളുമോ, അംഗീകരിക്കുമോ? ഇതൊരു കൾച്ചറിൻ്റെ ഭാഗമാണോ, അതോ ഇത് വചനത്തിൻ്റെ ഉപദേശമാണോ? പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം ഉയർന്നു വരുന്നത് മലയാളി പെന്തക്കോസ്ത് അൾട്ടിമേറ്റായിട്ട് എനിക്ക് പറയാനുള്ളൊരു പോയിന്റോടെ ഞാൻ പറയാം. പെന്തക്കോസ്തുകാർ, ഞാനൊരു പെന്തക്കോസ്തിലെ പാസ്റ്ററാണെന്ന് ഉള്ള തികഞ്ഞ ബോധത്തോടുകൂടെ തന്നെ ഞാൻ പറയുന്നു, പെന്തക്കോസ്തുകാർക്ക് അടിസ്ഥാനപരമായ ഒരു തെറ്റുപറ്റി. അതെന്താണെന്നറിയാമോ? ദൈവം പെന്തക്കോസ്ത് അനുഭവത്തെ 20-ാം നൂറ്റാണ്ട് ലോകത്തിലേക്ക് അയച്ചത് വേറെ ഒരു ഡിനോമിനേഷൻ കൂടെ സൃഷ്ടിക്കാൻ വേണ്ടിയല്ല. ഒന്നല്ല, ഇന്ന് നൂറുകണക്കിന് ആയിരക്കണക്കിന് പെന്തക്കോസ്ത് ഡിനോമിനേഷനുകൾ ലോകത്തിലുണ്ടല്ലോ. അപ്പോൾ കുറേ കൂടെ ഡിനോമിനേഷനുകളെ ലോകത്തിൽ സൃഷ്ടിക്കാൻ വേണ്ടി അല്ല ദൈവം പെന്തക്കോസ്ത് അനുഭവത്തെ ലോകത്തിലേക്ക് അയച്ചത്. സഭയുടെ നവോത്ഥാനത്തിന് വേണ്ടിയാണ്. സഭയുടെ നവോത്ഥാനത്തിന് വേണ്ടിയാണ്. ദൈവത്തിൻ്റെ പിതൃഹൃദയത്തെ, ഫാദേഴ്സ് ഹാർട്ടിനെ മനസ്സിലാക്കാത്തവരാണ് അതിനെ വേറൊരു ഡിനോമിനേഷനാക്കി മാറ്റി. ഡിനോമിനേഷൻ ഉണ്ടായ പശ്ചാത്തലമൊക്കെ എനിക്കറിയാം. അടിച്ച് പുറത്താക്കപ്പെട്ടപ്പോൾ വേറെ നിർവാഹമില്ലാഞ്ഞതുകൊണ്ട് അവരൊന്നിച്ചു നിന്നു ആണ്. അങ്ങനെയാണ് അത് ഡിനോമിനേഷൻ. പക്ഷേ ഇന്ന് പറ്റിയേക്കുന്ന പരാജയം ഏകദേശം 100 വർഷത്തിന് ശേഷം പെന്തക്കോസ്ത് ലോകത്തിൽ വന്ന് 100-ലധികം പിന്മഴയുടെ അനുഭവം ഉണ്ടായി 100 വർഷത്തിലായും കഴിഞ്ഞപ്പോൾ ഇന്ന് നമ്മൾ പെന്തക്കോസ്തിനെ ഒരു ഡിനോമിനേഷണൽ അസറ്റാക്കി മാറ്റി. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ പെന്തക്കോസ്ത് എന്ന് പറയുന്ന ഒരു ഡിനോമിനേഷണൽ അസറ്റ് അല്ല. ലോകവ്യാപകമായി കിടക്കുന്ന സകല ക്രൈസ്തവരും തൻ്റെ പുത്രനായ ക്രിസ്തുവിലേക്ക് മടങ്ങി വരണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ പ്രതിഹൃദയത്തിലെ ആഗ്രഹം. കത്തോലിക്കർ മുതൽ പെന്തക്കോസ്തുകാർ വരെയുള്ള സകല ക്രൈസ്തവരും തൻ്റെ പുത്രനായ ക്രിസ്തുവിലേക്ക് മടങ്ങി വരണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ തിരുഹൃദയത്തിലെ ആഗ്രഹം. അവരെ മടക്കി കൊണ്ടുവരാൻ വേണ്ടിയാണ് സകല സത്യത്തിലേക്ക് നമ്മളെ വഴി നടത്താൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ അയച്ചു തന്ന ത്രിത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിൻ്റെ കവിഞ്ഞൊഴുക്ക് 20-ാം നൂറ്റാണ്ടിൽ ദൈവം ലോകത്തിലേക്ക് വീണ്ടും മടക്കി അയച്ചത്. ഇന്നത്തെ യാഥാർത്ഥ്യം എന്താണെന്നറിയാമോ? അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്ന കോടാനുകോടി ദൈവമക്കൾ ലോകത്തിലുണ്ട്. അവർ 20% മാത്രമേ പെന്തക്കോസ്തുകാരുള്ളൂ. വിൻസ്റ്റൺ സൈനൻ എന്ന് പറയുന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രസിദ്ധനായ പെന്തക്കോസ്ത് ചരിത്രകാരൻ നടത്തിയ പഠനമനുസരിച്ച് അന്യഭാഷ സംസാരിക്കുന്നവരിൽ 20% പേര് മാത്രമേ പെന്തക്കോസ്തുകാരായിട്ടുള്ളൂ. ബാക്കി 80% പേരും പെന്തക്കോസ്തിന് പുറത്താണ്. കത്തോലിക്കരുടെ ഇടയിൽ കരിസ്മാറ്റിക് ഉണ്ട്, യാക്കോബക്കാരുടെ ഇടയിൽ കരിസ്മാറ്റിക്, ഓർത്തഡോക്സുകാരുടെ ഇടയിൽ കരിസ്മാറ്റിക് ഉണ്ട്, മർത്തോമാക്കാരുടെ ഇടയിൽ കരിസ്മാറ്റിക് ഗ്രൂപ്പുകളുണ്ട്. ലോകഭാഗമായിട്ട് എല്ലാ ഡിനോമിനേഷനിലും കരിസ്മാറ്റിക് ഗ്രൂപ്പുകളുണ്ട്. ലോകത്തനേക രാജ്യങ്ങളിൽ പോകാൻ ഭാഗ്യം ലഭിച്ചൊരു വ്യക്തി എന്നുള്ള നിലയിൽ എല്ലാ ഭൂഖണ്ഡങ്ങളിലും പോയി പ്രസംഗിക്കാൻ ഭാഗ്യം ലഭിച്ച, ദൈവകൃപയാൽ ലഭിച്ചൊരു ഭാഗ്യം എന്നുള്ള ഞാൻ പറയട്ടെ, ദൈവം തമ്പുരാൻ ഡിനോമിനേഷനുകൾ ബാരിയറുകളെ ബ്രേക്ക് ചെയ്ത് ഡിനോമിനേഷൻ മതിലുകളെ ചവിട്ടി തകർത്ത് തൻ്റെ പരിശുദ്ധാത്മാവിനെ ആഗ്രഹിക്കുന്ന ഏവർക്കും കൊടുക്കാമെന്ന് പറഞ്ഞ കർത്താവ്, ഒരു പിതാവ് തന്നോട് നല്ല കാര്യങ്ങളെ ചോദിക്കുന്ന മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്ന പോലെ എൻ്റെ പിതാവിനോട് പരിശുദ്ധാത്മാവിനെ ചോദിക്കുന്ന ആർക്കും കൊടുക്കാമെന്ന് പറഞ്ഞ കർത്താവ് ഡിനോമിനേഷണൽ ബാരിയറുകളെ ബഹുമാനിക്കാതെ പെന്തക്കോസ്തെന്നോ ബ്രദറെന്നോ ബാപ്റ്റിസ്റ്റെന്നോ യാക്കോബായെന്നോ മർത്തോമായെന്നോ ഉള്ള മതിലുകളെ ഒന്നും വകവെക്കാതെ ആ മതിലുകളെ ഇടിച്ച് തകർത്തിട്ട് പരിശുദ്ധാത്മാഭിഷേകം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇന്നത് കൊടുത്തുകൊണ്ടിരിക്കും. അയ്യോ, റെവറൻ ഡോക്ടർ സണ്ണി ഫിലിപ്പച്ചായ ഇത്രമാത്രം വലിയ ഡിഗ്രിയൊക്കെ പറഞ്ഞിട്ട് ആഗ്രഹിക്കുന്ന ഏവർക്കും യാക്കോബക്കാരനും ഓർത്തഡോക്സുകാരനും കത്തോലിക്കക്കാരനും കൊടുക്കുന്നത് പരിശുദ്ധാത്മാവാണെന്ന് ചിന്തിച്ചു പോയ വിഡ്ഢിത്തരം ഇത്രമാത്രം മോശമായി പോയല്ലോ. ഇത്രയും റെവറൻറ്റിനെയാണോ പാസ്റ്റർ
ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പെന്തക്കോസ്തലെ ആഭരണവർജനം ശരിയോ എന്ന് തിരുവനന്തപുരം ആസ്പദമാക്കി പ്രവർത്തിക്കുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇന്ന് 22 മെയ് മാസം 2024 ഒരു സ്ലൈഡ് കാണുവാനിടയായി തീർന്നു. ഏകദേശം 1085 പേര് മെമ്പർഷിപ്പുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പാണ്. പാസ്റ്റർ ലിനു കെ ജോൺ അവറുകളും റവറൻഡ് ഡോക്ടർ സണ്ണി ഫിലിപ്പ് അവറുകളും ചേർന്ന് നടത്തുന്ന ഒരു അവതരണമാണ്. അതിനെ ഒരു അവലോകനം ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രണ്ടുപേരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ആദ്യം ആഗ്രഹിച്ചത്. അതിനകത്ത് പ്രത്യേകമായ ഒരു വിഷയം കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പ്രിയ ഡോക്ടർ, എൻ്റെ തലമുറയിൽപ്പെട്ട പെന്തക്കോസ്തുകാരും എന്നെക്കാട്ടിൽ ഇളയ തലമുറയിൽപ്പെട്ട പെന്തക്കോസ്തുകാരും നാട്ടിൽ നിന്നവർ ഭൂരിഭാഗം പേരും ഇന്നും ആഭരണം ധരിക്കുന്നില്ല. നാട്ടുപിതാക്കന്മാർ പഠിപ്പിച്ച പഠിപ്പിക്കൽ തന്നെ മുമ്പോട്ട് പോകുന്നു. എന്നാൽ ഇവിടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് വലിയൊരു വിഷയമുണ്ട്. കാരണം അവർ കാണുന്ന പെന്തക്കോസ്തുകാരായ അമേരിക്കൻ പെന്തക്കോസ് ചർച്ചുകളിൽ പോകുന്ന ആളുകളെല്ലാം ആഭരണം ധരിക്കുന്നുണ്ട്. അതിനെക്കാട്ടും വലിയൊരു വിഷയമായിട്ട് അവർക്ക് മാറിയത് ജോയ്സ് മായർ ഒരു ടെലിവിഷനിൽ വരാൻ തുടങ്ങിയപ്പോഴാണ്. ഭാരതത്തിലുള്ളവരും കേരളത്തിലുള്ളവരും സ്നേഹിക്കുകയും വാച്ച് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണല്ലോ ജോയ്സ് മായർ. അപ്പോൾ ജോയ്സ് മായർ ഒരു പെന്തക്കോസ് വനിതയാണെന്ന് സമ്മതിച്ചുകൊണ്ട് അവർ ടെലിവിഷനിൽ വന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ഇവിടെ അമേരിക്കയിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചൊരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, അവർ നീല ഡ്രസ്സ് ഇടുകയാണെങ്കിൽ നീല കമ്മൽ, നീലമാല, പച്ച ഡ്രസ്സ് ഇടുകയാണെങ്കിൽ പച്ചക്കമ്മൽ, പച്ചമാല, ഒരു ദിവസം സ്വർണ്ണമാല ഇടുന്നു, ഒരു ദിവസം മുത്തുമാല ഇടുന്നു, ഒരു ദിവസം വർജ്ജമാല ഇടുന്നു. ഇങ്ങനെ ഇട്ടുകൊണ്ട് വരുന്ന ഈ സ്ത്രീയെ സ്വീകരിക്കാൻ നമുക്കാർക്കും പ്രയാസമില്ല. അപ്പോൾ അന്ന് കുഞ്ഞുങ്ങളെല്ലാം ചോദിച്ചൊരു ചോദ്യം, എന്തുകൊണ്ട് ഈ സ്ത്രീയെ പെന്തക്കോസ്തുകാരിയായ ഈ സ്ത്രീയെ ഇത്രയും ആഭരണങ്ങൾ മാറി മാറി ഇട്ടുകൊണ്ട് ടെലിവിഷനിൽ വന്ന് പ്രസംഗിച്ചിട്ട് നല്ല പ്രസംഗം അവരെ നന്നായി ദൈവം ഉപയോഗിക്കുന്നു പറഞ്ഞ് നമ്മളവരെ എൻകറേജ് ചെയ്യുകയും അവരെക്കുറിച്ച് പോസിറ്റീവായിട്ട് സംസാരിക്കുകയും ചെയ്തിട്ട് മലയാളി പെന്തക്കോസ് ചർച്ചിലെ ഒരു കുഞ്ഞ് ഒരു വിവാഹത്തിലുള്ള റവറൻഡ് ഡോക്ടർ സണ്ണിയച്ചായന് ജോയ്സ് മേയറിനെയോ ബെന്നിഹിനെയൊക്കെ തിരിച്ചറിയാനുള്ള പക്വത പോലും ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ വളരെ ദുഃഖമുണ്ട്. ഈ റവറൻറ്റും ഡോക്ടറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ പാവപ്പെട്ടൊരു വിശ്വാസിയാണ്. ദൈവത്തിൻ്റെ കൃപയാൽ ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച് നല്ല കോൺഫിഡൻസും ഇന്നും ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്തും എനിക്ക് പകരമായിട്ട് പാപയാഗമായി തീർന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്ന സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരമുള്ളവനായ അതേ ക്രിസ്തു യേശു തന്നെ എന്നിൽ വസിക്കുന്നുണ്ടുള്ള നല്ല കോൺഫിഡൻസോടു കൂടെയാണ് ഈ രണ്ടുപേരെയൊന്ന് ഞാൻ അവലോകനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പെന്തിക്കോസ്തുകാർ ജോയ്സ് മേയറിനെയും അതുപോലെ തന്നെ ബെന്നിഹിനെയും അതുപോലെ തന്നെ അവരുടെ ശിഷ്യന്മാരായിരിക്കുന്ന കേരളത്തിലും വിദേശത്തുമുള്ള അനേകരൊക്കെയും കൈക്കൊണ്ടിട്ടുണ്ടെങ്കിലും നിങ്ങളൊക്കെ അറിയാത്ത ക്രിസ്തു തലയായിരിക്കുന്ന ചർച്ച് ഓഫ് ക്രൈസ്റ്റ് ഇന്നും ലോകത്തിലുണ്ടെന്ന് ഓർത്തിരുന്ന നല്ലതാണ്. ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്കിട്ട് നിങ്ങളുടെ വിഡ്ഢിത്തരങ്ങളെ പൊട്ടിക്കാൻ തക്കവണ്ണം അവരെ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കും. ഇത് വഴക്കുണ്ടാക്കിയിട്ട് സഭ പിരിച്ചു പോകുന്നതല്ല. ക്രിസ്തുവിന് നിങ്ങളുടെ കൂട്ടത്തിൽ വസിക്കാൻ പറ്റാതായപ്പോൾ ദൈവം വിശ്വസ്തനും നീതിമാനായിരിക്കും, തൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്നതുകൊണ്ട് അവിടെ ഇവിടുന്ന് ചേറ്റിൽ കിടക്കുന്ന ഞങ്ങളെപ്പോലെയുള്ളവരൊക്കെ വിളിച്ച് നിങ്ങളുടെ മുമ്പിൽ വിരൽ ചൂണ്ടുവാൻ തക്കണം ശക്തമായിട്ട് നിർത്തിയിരിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയ പാസ്റ്റർ ലിനു കെ ജോണിനോടും റവറൻഡ് ഡോക്ടർ സണ്ണി ഫിലിപ്പിനോടും ആദ്യമായിട്ട് ദൈവസന്നിധിയിലൊന്ന് മുട്ടുമടക്കി ഈ പാസ്റ്ററിന് ഡെസിഗ്നേഷനും ഈ റവറൻഡ് ഡോക്ടറിന് ഡെസിഗ്നേഷനൊക്കെ ഒന്ന് ഉരിച്ച് കളഞ്ഞിട്ട് ദൈവസഭയിലൊരു സൺഡേ സ്കൂളിലെ ശിശുവായിട്ട് വരുവാണെങ്കിൽ ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ എന്താണ് വീണ്ടും ജനനം, എന്താണ് മാനസാന്തരം, എന്താണ് പ്രായശ്ചിത്തം, എന്താണ് വിശ്വാസ സ്നാനം, എന്താണ് കർത്തൃമേശ,
എന്താണ് വിവാഹത്തിൻ്റെ അടിസ്ഥാനങ്ങളൊക്കെ ഒന്ന് ഉപദേശിച്ചു തരുവാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ റവറൻറ്റും ഡോക്ടറും പാസ്റ്റർ ഗ്രേഡൊന്നും ചിലപ്പോൾ അതിന് സമ്മതിക്കുകയില്ല. രക്ഷ വേണമെങ്കിലും മതി. ഓക്കെ, ഈ ഗ്രൂപ്പിൽ ഏകദേശം 85ഓളം പേരുള്ളത് കൊണ്ട് അവരൊക്കെ പാവപ്പെട്ട ജനങ്ങളല്ലയോ, അവിടെ രക്ഷയ്ക്ക് വേണ്ടി ഒന്ന് ചില കാര്യങ്ങളൊന്ന് വിവേചിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയ റവറൻ ഡോക്ടർ ഫിലിപ്പ് അച്ചായന് അമേരിക്കയിലേക്ക് പോയപ്പോൾ, അച്ചായന് മാത്രമല്ല ഇവിടെ നിന്ന് അമേരിക്കയിൽ പോയിട്ടുള്ള 99% ഇത്തരത്തിലൊരു വിഴുങ്ങൽപ്പെട്ട് കഴിഞ്ഞു. IPCയുടെ 101ാമത് കൺവെൻഷനിൽ നമ്മളെല്ലാവരും കണ്ടുവല്ലോ. പല ദേവദാസന്മാരും ആത്മാവിൽ പ്രവചിച്ചതാ നമുക്ക് പോരാട്ടങ്ങളോടും ജഡരക്തങ്ങളോടല്ല വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിൻ്റെ അധിപതികളും സ്വർലോക ദുഷ്ടാത്മസേനയോടും ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിൻ്റെ അധിപതികളും സ്വർലോക ദുഷ്ടാത്മസേനകളെയും ഒരുമിച്ച് ഈ പറയുന്ന IPCയുടെ തലപ്പത്തിരിക്കുന്ന അമേരിക്കയിലിരിക്കുന്ന ദേവദാസന്മാരെന്ന് പേരുണ്ടെങ്കിലും വിളിച്ചു വരുത്തി ഇൻവൈറ്റ് ചെന്ന് കണ്ടപ്പോൾ പാവപ്പെട്ട വിശ്വാസികൾ ഞങ്ങൾക്ക് തോന്നിപ്പോകുന്ന ചില കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇതാണോ ദൈവസഭ? വിഷയം അതല്ല. അപ്പോൾ പ്രിയ റവറൻ ഡോക്ടർ അച്ചായന് ഈ പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ പറയാനൊന്ന് വിൽക്കുന്നത് കേട്ടു. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. സാധാരണ എല്ലാ വിശ്വാസികളൊക്കെ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണല്ലോ. അനന്തരം യഹോവ മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ, നീയും മിസ്രയീം ദേശത്തു നിന്ന് നീ കൊണ്ടുവന്ന ജനവും ഇവിടെ നിന്ന് പുറപ്പെട്ട് നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് ഞാൻ അബ്രാഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് തന്നെ പോകുകയും ഞാൻ ഒരു ദൂതനെ നിനക്ക് മുമ്പായി അയക്കും. കാനാന്യർ, അമോര്യർ, ഹിത്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരെ ഞാൻ ഓടിച്ചു കളയും. വഴിയിൽ വെച്ച് ഞാൻ നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ നടുവിൽ നടക്കുകയില്ല. നീ ദുശ്ശാഠ്യമുള്ള ജനമാകുന്നു. ദോഷകരമായ ഈ വചനം കേട്ടപ്പോൾ ജനം ദുഃഖിച്ചു, ആരും തൻ്റെ ആഭരണം ധരിച്ചതുമില്ല. നിങ്ങൾ ദുശ്ശാഠ്യമുള്ള ജനമാകുന്നു. ഞാൻ ഒരു നിമിഷ നേരം നിന്റെ നടുവിൽ നടന്നാൽ നിന്നെ സംഹരിച്ചു കളയും. അതുകൊണ്ട് ഞാൻ നിന്നോട് എന്ത് ചെയ്യണമെന്ന് അറിയേണ്ടതിന് നീ നിന്റെ ആഭരണം നീക്കിക്കളയെന്നിങ്ങനെ ഇസ്രായേൽ മക്കളോട് പറയുകയെന്ന് യഹോവ മോശയോട് കൽപ്പിച്ചിരുന്നു. ഒന്നുകൂടെ വായിക്കുന്നു. നിന്റെ ആഭരണം നീക്കിക്കളയുക എന്നിങ്ങനെ ഇസ്രായേൽ മക്കളോട് പറയുകയെന്ന് യഹോവ മോശയോട് കൽപ്പിച്ചിരുന്നു. പ്രിയ അച്ചാൻ ഇതെല്ലാം കണ്ടിട്ട് അച്ഛന് സംശയം ചോന്നി അച്ഛൻ തിരുത്താൻ പോയതൊന്ന് നോക്കാം നമുക്ക്. ഇസ്രായേലിനായ ഒരു ഇസ്രായേൽ കമ്പനിയിലാണ് പ്രിയ അച്ചാൻ ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നല്ല ദൈവവേലയ്ക്ക് വിട്ടിട്ട് ജോലി ചെയ്യാൻ പോയത് കൊണ്ടൊക്കെയല്ലേ? ദൈവവേലയാണത്. ഓക്കെ, അച്ഛൻ ചെന്ന് അന്വേഷിച്ചത് ഒരു റബ്ബിയുടെ അടുത്താണെന്ന് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, പുറപ്പാട് പുസ്തകത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ടല്ലോ, ഇസ്രായേൽ മക്കള് ആഭരണങ്ങൾ ഊരി കാളക്കുട്ടി ഉണ്ടാക്കി അഹരോൻ അതിനെ കൊണ്ട് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ മോശ ആ കാളക്കുട്ടിയെ വചനടുത്തൊന്ന് വായിച്ച കുഴപ്പമില്ല, ലജ്ജിക്കാണ്ട് വിഷയമൊന്നുമല്ല. റവറൻ ഡോക്ടർ ഒന്ന് മാറിപ്പോകില്ല. അന്ന് മുതൽ ഇസ്രായേൽ മക്കൾ ആവണം ധരിച്ചില്ലെന്ന് നിങ്ങളുടെ പുസ്തകത്തിലും പറയുന്നുണ്ടല്ലോ, തോറായിലുണ്ടല്ലോ കാര്യം. അപ്പോൾ അവരെന്നോട് ഞങ്ങൾ ആരും ഇങ്ങനെ കേട്ടിട്ടില്ല, ഞങ്ങളുടെ റബിമാരും ഞങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ റബി വരുമ്പോൾ ശനിയാഴ്ച. അപ്പോൾ പെന്തക്കോസ്ത് അച്ചായൻ അമേരിക്കയിൽ പോയപ്പോൾ അച്ചാന് സംശയം വന്ന് ചോദിക്കാൻ പോയത് യഹൂദന്മാരുടെ റബ്ബിയോടാ. എടാ റബ്ബി, യേശുവിനെ അവരുടെ മഷിയായിട്ട് അംഗീകരിച്ചിരുന്നെങ്കിൽ ഇത് വല്ല ദോഷവും ഉണ്ടാകുമായിരുന്നോ? ഗുണം പിടിക്കാത്തതിൻ്റെ അടുത്ത് പോയി സംശയം ചോദിക്കാൻ പോയാൽ എന്താ നിനക്ക് കിട്ടാൻ പോകുന്നേ? ഇതുപോലെ പറഞ്ഞ ഈ റവറൻറ്റും ഡോക്ടറൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു സൺഡേ സ്കൂളിൻ്റെ ഡ്രസ്സ് ഇട്ട് ഇങ്ങോട്ട് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നും ക്രിസ്തു തലയായിരിക്കുന്നത് അവൻ്റെ ശരീരം വന്ന സഭ എവിടെയുണ്ട് ആരും അറിയില്ലെന്നുള്ളോ ചില സൺഡേ സ്കൂൾ വാക്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരാം. പിന്നെ 1 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ചില വാക്യങ്ങളും പറയുന്നത് കേട്ടു. അതൊക്കെ ലൈഫ് സ്റ്റൈലാണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രിയ പാസ്റ്ററിൻ്റെ വിഷയം നടക്കുന്നത് ആഭരണമിട്ടവർ സ്നാനപ്പെടുത്താമോ, ആഭരണമിട്ടവർക്ക് കർത്തൃമേശ കൊടുക്കാമോ, ആഭരണമിട്ടവർക്ക് വിവാഹം നടത്തി കൊടുക്കാമോ? ഇതാണ് ചോദ്യമായിരുന്നത്. ഇതിൻ്റെ അന്വേഷണത്തിന് വേണ്ടിയാണ് പ്രിയ
റവറൻ ഡോക്ടർ സണ്ണിച്ചാൻ്റെ അടുത്ത് പോയതും സണ്ണിച്ചാൻ റബിയുടെ അടുത്ത് നിന്ന് കിട്ടിയതായിട്ടുള്ള ഉപദേശവുമായിട്ട് അമേരിക്കയിൽ സഭയങ്ങ് തുടങ്ങി. ന്യൂയോർക്കിൽ എല്ലാ ഭൂഖണ്ഡങ്ങളിലും പോകാൻ തക്കവണ്ണം അനുഗ്രഹം കിട്ടിയെന്നാണ് പറയുന്നത്. ജോയ്സ് മേയർ, ബെന്നിഹിൻ പോലെയുള്ള ആൾക്കാരൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹീത ദാസന്മാരാണെന്ന് പറയുന്നത്. ശിശുക്കളായി ഞങ്ങൾക്കൊക്കെ ഇത് അറിയാമേ, ഇതിനൊക്കെ വിവേചിക്കാൻ ദൈവം കൃപ തന്നിട്ടുണ്ട് അച്ചായ. അപ്പോൾ നമുക്ക് ബാപ്റ്റിസത്തിൻ്റെ ക്വാളിഫിക്കേഷൻ ആഭരണം ഇടുന്നതാണോ ആഭരണം ഇല്ലാതിരിക്കുന്നതാണോ എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ നിനക്ക് സാധിക്കുകയില്ലെന്നാണ്. അപ്പോൾ വളരെ ചെറിയ സൺഡേ സ്കൂളിലൊക്കെ പഠിച്ച് ഞങ്ങൾ പറയുന്നത് വീണ്ടും ജനനമാണ് സ്നാനത്തിൻ്റെ അടിസ്ഥാന ഘടകമായിട്ടതാണ്. നമുക്കൊന്ന് റോമാലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിന് 3 തുടങ്ങിയ വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കാം. അച്ചായന്മാരൊന്ന് വായിക്കുമെന്ന് അറിയില്ല, അവർ പക്ഷേ അവരൊക്കെ റെവറൻ്റ് ആയതുകൊണ്ട് ഇതിന് ആവശ്യമില്ലായിരിക്കും. എന്നാൽ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാനിത് തിരുവനന്തപുരത്തായിരിക്കുന്ന ഈ 1085 പേരുള്ള ഗ്രൂപ്പിൽ ഇന്നും പൂർണ്ണ വിശ്വാസത്തിലേക്ക് വരാത്തവരുണ്ട്, അവർക്കൊക്കെ വേണ്ടി പറയുന്നത് റെവറൻ്റുമാർക്ക് ഇതിന് ആവശ്യമില്ല. അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു, നിങ്ങളറിയല്ലോ. അപ്പോൾ എന്താണ്? ഐഡൻറ്റിഫൈഡ് വിത്ത് ദ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ്, അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. അങ്ങനെ നാം അവരുടെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയായി ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും അവൻ്റെ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്. അപ്പോൾ എന്തായി? ക്രിസ്തുവിൻ്റെ മരണത്തോടും അടക്കത്തോടും പുനരുത്ഥാനത്തോടും ഏകീഭവിക്കുന്നത്, ഐഡൻറ്റിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. ഇതാണ് ഒരു വിശ്വാസ സ്നാനം എന്നാണ് ദൈവസഭ പഠിപ്പിക്കുന്നത്. ഇത് പെന്തിക്കോസ്തിൻ്റെ അല്ല, IPCയുടെ അല്ല, അമേരിക്കൻ പെന്തിക്കോസ്തിൻ്റെ അല്ല. പണ്ട് കേരളത്തിൽ വിശ്വാസവേലയുണ്ടായിരുന്നു. അമേരിക്കയിൽ നിന്ന് കുറച്ച് ദേവദാസന്മാർ കേരളത്തിൽ വന്നിട്ട് വിശ്വാസവേല എങ്ങനെ ചെന്ന് പഠിച്ചിട്ട് പോയി. എന്നാൽ പിൽക്കാലത്ത് ഒരു 19 വർഷം കഴിഞ്ഞപ്പോൾ അമേരിക്കയിൽ നിന്ന് വേറെ ചില ദേവദാസന്മാർ വന്നിട്ട് വിശ്വാസ വേലയ്ക്ക് പകരം സപ്പോർട്ട് വേല പഠിച്ചു. ഇങ്ങനെയാണ് കേരളത്തിൽ നിന്ന് ഇവരെ പോലെയുള്ള റവറൻ്റുമാർ അമേരിക്കയിലേക്ക് കുടിയേറാൻ തുടങ്ങിയത്. എന്താണെന്നറിയാം? സപ്പോർട്ട് മിനിസ്ട്രി. ആദ്യം ഫെയ്ത്ത് മിനിസ്ട്രി ആയിരുന്നു കേരളത്തിൽ നടന്നിരുന്നത്. ഇതൊക്കെ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ വെറും ചെറു ശിശുക്കളാച്ചായ, ഇതൊക്കെ ഞങ്ങൾക്കറിയാം. തലപ്പത്തിരിക്കുന്ന IPC ചർച്ച് ഓഫ് ഗോഡ്, ഷാരോൺ AG, ഇതിൽ നിന്ന് ക്രിസ്തു പുറത്താ. ഇതാദ്യം മനസ്സിലാക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവം മാനവജാതിയുള്ള തൻ്റെ വിശ്വസ്ത സ്നേഹം മറന്നിട്ടില്ലാത്തത് കൊണ്ട് ഈ ചേറ്റിൽ കിടന്ന് ഞങ്ങളെപ്പോലെയൊക്കെ ഒന്ന് വിളിച്ച് നിർത്തി നിങ്ങളൊക്കെ ചെവിയിലേക്ക് ചില കാര്യങ്ങൾ പറഞ്ഞെന്ന് ഉണർത്താൻ നോക്കിയാണ്. കുറ്റം പറയല്ല. പിന്നെ ഇതൊക്കെ ഒന്ന് കേൾക്കണമെങ്കിൽ ഈ പാസ്റ്റർ എന്നുള്ളതും അതുപോലെ തന്നെ ഈ റവറൻ്റ് ഡോക്ടർ എന്നുള്ളതൊക്കെ ഉടുപ്പൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു സൺഡേ സ്കൂളിൽ ശിശുവായി തീരുകയാണെങ്കിൽ ചില കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. അപ്പോൾ സ്നാനത്തിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ആഭരണം ധരിക്കുന്നതോ ആഭരണം ധരിക്കാതിരിക്കുന്നതല്ല, പക്ഷേങ്കിൽ വീണ്ടും ജനനം പ്രാപിച്ചു. ആമേൻ. ഞാൻ വീണ്ടും ജനനം പ്രാപിച്ച് ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു, ഞാൻ അടക്കപ്പെട്ടു, ഇനിയും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കാമെന്ന് വെള്ളത്തിൽ ഇതുവരെയും എൻ്റെ മേലും ശരീരത്തിലും പ്രാണനുമേലും അവകാശമുണ്ടായിരുന്ന സാത്താൻ്റെ മുമ്പിലും എന്നെ വീണ്ടെടുത്തവനായി ക്രിസ്തുവിനോട് ചേരുന്നതിനും ആമേൻ മനുഷ്യരുടെ മുമ്പിൽ സാക്ഷീകരിക്കുന്നതാണ് വിശ്വാസ സ്നാനം. ഇതെല്ലാം സൺഡേ സ്കൂളാണ്, പേടിക്കണ്ട. ഓക്കെ, ഇനി ലോർഡ്സ് സപ്പർ അല്ലെങ്കിൽ കർത്തൃമേശയുടെ ക്വാളിഫിക്കേഷൻ ആഭരണം ധരിക്കുന്നതാണോ അല്ലയോ എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. പുറപ്പാട് പുസ്തകം അടിസ്ഥാന ഉപദേശങ്ങളിലേക്കൊന്ന് പോയി നോക്കാം. നമുക്ക് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ പല പ്രാവശ്യം ഞാനിത് പറഞ്ഞിട്ടുള്ളതാണ്. പുറപ്പാട് പുസ്തകത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 1 തുടങ്ങി 7 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അറുക്കപ്പെടാൻ പോകുന്ന കുഞ്ഞാടിനെ കുറിച്ചുള്ള വിവരണങ്ങളാണ്. ഇത് നിങ്ങൾക്ക് ഏവർക്കും അറിയാമെങ്കിലും ഈ അച്ചായന്മാരൊക്കെ വചനം വളരെ കുറച്ച് വായിക്കണം. ഇപ്പോൾ ഈ റവറൻറ്റും ഡോക്ടറേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വചനം ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല, ഡിഗ്രി കാണിച്ചു വെച്ചാലും മതിയല്ലോ. യഹോവ മോശയോടും മകനോടും മിസ്രയീം ദേശത്ത് വെച്ച് അരുളിച്ചത് എന്തെന്നാൽ, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ 1-ാം മാസമായിരിക്കണം. നിങ്ങൾ ഇസ്രായേലിലെ സർവ്വസംഘത്തോടും പറയേണ്ടത് എന്തെന്നാൽ, ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം ഓരോരുത്തരും ഒരു ആട്ടിൻകുട്ടിയെ എടുക്കണം.
ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരാ എങ്കിൽ ആടുകളുടെ എണ്ണത്തിന് ഒത്തവണ്ണം അവനും അവൻ്റെ വീടിനടുത്ത് അയൽക്കാരനും കൂടി അതിനെടുക്കണം. ഓരോരുത്തരും തിന്നതിന് ഒത്തവണ്ണം കണക്ക് നോക്കി നിങ്ങൾ ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം. അത് ചെമ്മരിയാടോ കോലാടാകാം. ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം. അതിൻ്റെ രക്തം കുറെയെടുത്ത് തങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിലിലെ കട്ടൽക്കാൻ 2 മേലും കുറുമ്പടി മേലും പുരട്ടണം. ഇത്രയും വിവരണങ്ങൾ കൊടുത്തിരിക്കുന്നത് അറുക്കപ്പെടാൻ പോകുന്ന കുഞ്ഞാടിനെ കുറിച്ചുള്ള വിവരണങ്ങളാണ്. എന്നാൽ 8-ാം വാക്യം തുടങ്ങി 14-ാം വാക്യം വരെ പറഞ്ഞിരിക്കുന്ന വിവരണങ്ങൾ ഈ തീയിൽ ചുട്ടതായിട്ടുള്ള മാംസം അല്ലെങ്കിൽ ഈ പെസക ഭക്ഷിക്കുന്നവരെ കുറിച്ചുള്ള വിവരണങ്ങളാണ്. അതിന് പറഞ്ഞിരിക്കുന്നത് അന്ന് രാത്രി അവർ തീയിൽ ചുട്ടതായിട്ട് ആ മാംസം പുളിപ്പില്ലാത്തപ്പത്തോടും കയ്പിച്ചീരിയോടും കൂടെ അത് തിന്നണം. തലയും കാലും ഭാഗങ്ങളുമായി തീയിൽ ചുട്ടിട്ടല്ലാതെ പച്ചയായിട്ടോ വെള്ളത്തിൽ പുഴുങ്ങിയതായിട്ടോ തിന്നരുത്. ഒരു സ്റ്റേറ്റ്മെൻറ്റിന്, അതായത് അന്ന് രാത്രി അവർ തീയിൽ ചുട്ടതായിട്ടുള്ള ആ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നണം, കയ്പിച്ചീരിയോടുകൂടെ അത് തിന്നണം എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് തലയും കാലും അന്തർഭാഗങ്ങളുമായി തീയിൽ ചുട്ടിട്ടല്ലാതെ പച്ചയായിട്ടോ വെള്ളത്തിൽ പുഴുങ്ങിയതായിട്ടോ തിന്നരുതെന്ന് പറഞ്ഞാൽ യേശുവിനെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവായിട്ടല്ലാതെ മറ്റൊരു വിധത്തിൽ അനുഗ്രഹിക്കുന്നതോ ഇതുപോലെ ഉപദേശങ്ങളെ വളച്ചൊടിച്ച് റബിമാരുടെ ഉപദേശം കേട്ടുകൊണ്ട് പ്രസംഗിക്കരുതെന്ന, ഇത് ഞാൻ പറയുന്നതല്ല, ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നതാണ്. പിറ്റന്നാൾ കാലത്തേക്ക് അതിലൊട്ടും ശേഷിപ്പിക്കരുത്. പിറ്റന്നാൾ കാലത്തേക്ക് ശേഷിപ്പിക്കുന്നെങ്കിൽ തീയിലോട്ട് ചുട്ടുകളയണം. അരകെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങൾ തിന്നണം. തിരുക്കുറത്തോട് നിങ്ങൾ തിന്നണം. അത് യഹോവയുടെ പെസഹയാകുന്നു. ഈ രാത്രി ഞാൻ മിസ്രൈം ദേശത്തൂടെ കടന്ന് മിസ്രൈം ദേശത്തുള്ള മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും കടിഞ്ഞൂലിൻ്റെയും ഒക്കെ സംഹരിക്കുകയും മിസ്രൈമിലെ സകല ദേവന്മാരും ഞാൻ ന്യായവിധി നടത്തും. ഞാൻ യഹോവയാകുന്നു. നിങ്ങൾ പാർക്കുന്ന വീടുകളിൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞു കടന്നു പോകും. ഞാൻ മിസ്രൈം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശികതുമായിരിക്കില്ല. ഈ ദിവസം നിങ്ങൾ ഓർമ്മനാളായിരിക്കണം. നിങ്ങൾ അത് യഹോവയ്ക്ക് ഉത്സവമായി ആചരിക്കണം. തലമുറയെ നിത്യനിയമമായി നിങ്ങൾ അത് ആചരിക്കണം. ഇനി അതിൻ്റെ തന്നെ 45-ാം വാക്യം, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന് 45 തുടങ്ങിയ വാക്യങ്ങളൊന്ന് ഞാൻ വാക്യാണ്. പരദേശിയും കൂലിക്കാരനും അത് തിന്നരുത്. അതത് വീട്ടിൽ വെച്ച് തന്നെ അത് തിന്നണം. ആ മാംസം ഒട്ടും വീട്ടിന് പുറത്ത് കൊണ്ടുപോകരുത്. അതിൽ ഒരു അസ്ഥിയും ഒടിക്കരുത്. ഇസ്രായേൽ സഭ ഒക്കെയും അത് ആചരിക്കണം. ഒരു അന്യജാതിക്കാരൻ നിന്നോടുകൂടെ പാർത്ത് യഹോവയ്ക്ക് പരിച്ഛേദന ആചരിക്കണമെങ്കിൽ അവനുള്ള ആണൊക്കെയും പരിച്ഛേദന ഏൽക്കണം. അതിൻ്റെ ശേഷം അത് ആചരിക്കേണ്ടതിന് അവനടുത്ത് വരാം. അവ സ്വദേശിയെ പോലെയാകും. പരിച്ഛേദനയില്ലാത്ത ഒരുത്തനും അത് തിന്നരുത്. അപ്പോൾ കർത്തൃമേശയുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ആഭരണം ഊരിക്കളയുന്നതല്ല, പരിച്ഛേദന ഏൽക്കണം. ഹൃദയ പരിച്ഛേദന. അത് കൊളോസ്യ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പൗലോസ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആ ഭാഗം കൂടി ഒന്ന് വായിച്ചിട്ട് പോകുന്നതല്ലേ നല്ലത്. കൊളോസ്യയിലെ 2-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം ഒന്നെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അവനെ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈക്കൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. അപ്പോൾ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ. ഇനി പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് തന്നെ ഒന്നുകൂടി പോവാം. അതിൻ്റെ 22-ാം വാക്യം, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 22-ാം വാക്യം. ഈസോപ്പ് ചെടിയുടെ ഒരു കെട്ടെടുത്ത് കിണ്ണത്തിലുള്ള രക്തത്തിൽ മുക്കി കിണ്ണത്തിലുള്ള രക്തം കുറുപടിമേലും കട്ടൽക്കാർ 2 മേലും തേക്കണം. പിറ്റന്നാൾ വെളുക്കും വരെ നിങ്ങളിൽ ആരും വീട്ടിൻ്റെ വാതിലിന് പുറത്തിറങ്ങരുത്. ഹല്ലേലൂയ. ഈ വീടിന് അകത്തിരിക്കുന്നവരുടെ ഗുണമല്ല, ഈ കട്ടളപ്പടിമേലും കുറുമ്പടിമേലും തേച്ച രക്തത്തിൻ്റെ ഗുണമാണ്. അതായത് ദൈവനീതിക്ക് പൂർണ്ണ തൃപ്തി വരുമാറ് വരുവാനുള്ള തൻ്റെ പുത്രൻ്റെ രക്തത്തിൽ നടക്കുന്ന നീതീകരണത്തെ അടിസ്ഥാനമാക്കിയുള്ള പെസഹ കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ അടയാളം കണ്ടിട്ടാണ് യഹോവ സംഹാരദൂതൻ അവിടെ അയക്കാതിരിക്കുന്നത്. സംഹാരദൂതൻ അയക്കുന്നത് യഹോവയാണ്
അന്ന് രാത്രി പോകുന്നത്. എവിടെ രക്തം അടയാളമായി കാണുന്നു അവിടെ സംഹാരദൂതം വരികയില്ല. അകത്തിരിക്കുന്നവരുടെ ഗുണമല്ല, ആ തളിക്കപ്പെട്ട രക്തത്തിൻ്റെ ഗുണമാണ്. പിന്നെ പറയാണ്, പിറ്റന്നാൾ വെളുക്കും വരെ നിങ്ങളിൽ ആരും വീടിൻ്റെ വാതിലിന് പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞാൽ, ഈ രക്തത്തിൻ്റെ മറവിലാണെങ്കിൽ നിനക്ക് സംരക്ഷണമുണ്ട്. ഈ രക്തത്തിൻ്റെ മറവ് വിട്ടുക നീ മിസ്രൈമിലാണ്, ലോകത്തിലാണ്. ഇനി 8-ാം വാക്യം വരെ ഒന്നും കൂടി ഒന്ന് വായിക്കാം. അന്ന് രാത്രി തീയിൽ ചുട്ടതായിട്ടുള്ള മാംസം പുളിപ്പില്ലാത്ത അപ്പവും തിന്നണം, കയ്പിച്ചീരയോടുകൂടെ അത് തിന്നണം. തലയും കാലും അന്തർഭാഗങ്ങളുമായി തീ ചുട്ടിട്ടല്ലാതെ പച്ചയായിട്ട് വെള്ളത്തിൽ പുഴുങ്ങിയതായിട്ട് തിന്നരുത് എന്ന് പറഞ്ഞാൽ, നീ ചോരത്തളി മാത്രം ആചരിച്ച് ഇരിക്കുന്നു. ഈ തീയോട് ചുട്ടതായിട്ടുള്ള മാംസം പുളിപ്പില്ലാത്ത അപ്പത്തോട് കയ്പിച്ചീരയോടും കയ്യിൽ വടി പിടിച്ച് അരമുറുക്കി കാലിൽ ചെരുപ്പിട്ട് പരിച്ഛേദനേറ്റവരായിട്ട് തിന്നാൽ മാത്രമേ പുറപ്പെടുവാനുള്ള ശക്തി ലഭിക്കുകയുള്ളൂ. ചോരത്തളി ആചരിച്ചിരിക്കുന്നവൻ ഇന്നും മിസ്രൈം ദേശത്ത് ഇരിക്കുന്നതേ ഉള്ളൂ. എന്നാൽ മിസ്രൈം ദേശം വിട്ടു പുറപ്പെട്ട് മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്ത് വാഗ്ദത്ത ദേശമായി കാനാൻ ദേശത്ത് എത്തണമെങ്കിൽ നീ ക്രിസ്തുവിനെ ഭക്ഷിക്കണം. അന്ന് രാത്രി ആരും തന്നെ വീട്ടിന് പുറത്തു പോകരുത് എന്ന് പറഞ്ഞാൽ, നീ എവിടെയെങ്കിലും ലോകത്തിൽ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ നിന്നെ സംഹാരദൂതൻ ഓൾറെഡി കൊന്നിരിക്കുക. ഇതാ പെന്തിക്കോസ്തിന് സംഭവിച്ചിരിക്കുന്നത്. അയ്യോ, ഞാൻ പാവപ്പെട്ടൊരു വിശ്വാസിയാണ് കേട്ടോ, ഡോക്ടറേറ്റ് ഒന്നുമില്ല, പക്ഷേ ദൈവവചനം എന്താണെന്ന് അറിയാം. അപ്പോൾ പെന്തിക്കോസ്ത് സഭ വലിയ വലിയ തലപ്പത്തിരിക്കുന്ന പേര് പറയുന്ന സഭ, IPC, ചർച്ച് ഓഫ് ഗോഡ്, ഷാരോന്, ഏജ് എന്ന് പറയുന്ന വല്യപ്പച്ചന്മാർ ചോരത്തെളിയുടെ മറവിട്ട് എവിടെയെല്ലാം ലോകത്തിലോ ലോക ആശ്രയങ്ങളിലോ രാഷ്ട്രീയക്കാരിൽ ആശ്രയിച്ചിട്ടുണ്ടോ, നിങ്ങളൊക്കെ കൊല്ലപ്പെട്ടു. തീയിൽ ചുട്ടതായിട്ടുള്ള മാംസം പുളിപ്പില്ലാത്ത അപ്പത്തോടും കയ്പിച്ചീരയോടും കൂടി തിന്നുന്നതിന് പറയുന്നതാണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന് പറയുന്നത്. അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്, ക്രൈസ്റ്റ് ക്രൂസിഫൈഡ്. അപ്പോൾ കർത്തൃമേശ കൊടുക്കുന്നതിന് അടിസ്ഥാനമായിരിക്കുന്നത് ആഭരണം മാറ്റുന്നല്ല, നീ വീണ്ടും ജനനം പ്രാപിച്ചാൽ നിൻ്റെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിൻ്റെ പ്രസാദമുള്ള യാഗമായിട്ട് അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിന്നോട് ആഭരണം ഊരിക്കളയാൻ ആരും പറയേണ്ട, നീ തന്നെത്താൻ ഊരിയിരിക്കും. നീ മരിച്ചിട്ടില്ല, ക്രിസ്തുവിൽ മരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നിൻ്റെ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കാൻ തക്കവണ്ണം യഹൂദനായ ഉപദേശിയുടെ അടുത്ത് പ്രമാണം ചോദിക്കാൻ പോയത്. ഹല്ലേലൂയ. റോമാലേഖനം 12-ാം അധ്യായം കൂടെ നമുക്കൊന്ന് വായിക്കുക നോക്കാം. റോമാലേഖനം 12-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങളിൽ പറയുന്നത് എന്താണെന്ന് ഒന്ന് വായിട്ട് ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഗതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. അപ്പോൾ ദൈവത്തിന് പ്രസാദമുള്ള യാഗമർപ്പിക്കുന്ന വിഷയത്തിൻ്റെ അടിസ്ഥാന ഉപദേശം കിടക്കുന്നത് ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 3 തുടങ്ങിയുള്ള വാക്യങ്ങളിലാണ്. നമുക്കൊന്ന് വായിക്കാം. അവർ വഴിപാടായി കന്നുകാലികളിൽ ഒന്നിന് ഹോമയാഗം കഴിക്കുന്നുവെങ്കിൽ ഊനമില്ലാത്ത ആണിനെ അർപ്പിക്കണം. യഹോവയുടെ പ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം അവൻ അതിനെ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ വെച്ച് അർപ്പിക്കണം. സമാഗമന കൂടാരം എന്ന് പറഞ്ഞാൽ ടെൻറ്റ് ഓഫ് മീറ്റിംഗ് പ്ലേസ്, യഹോവ വസിക്കുന്ന ഇടവും മനുഷ്യനുമായിട്ട് മീഡിയേറ്റ് ചെയ്യുന്ന സ്ഥലമാണ് സമാഗമന കൂടാരം. മലയാളം നല്ല വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്, ഇംഗ്ലീഷിലാണെങ്കിൽ ടെൻറ്റ് ഓഫ് മീറ്റിംഗ് പ്ലേസ് എന്ന് പറയും. അപ്പോൾ ക്രിസ്തു വസിക്കുന്ന ചർച്ചിലാണ് യഹോവയ്ക്ക് പ്രസാദമുള്ള യാഗം നടക്കുന്നുള്ളൂ. ക്രിസ്തു പുറത്തായിരിക്കുന്ന സഭയിലില്ല. ലോകത്തെ ചർച്ചിനകത്ത് വിളിച്ച് കയറ്റിയിട്ടുണ്ടെങ്കിൽ, രാഷ്ട്രീയക്കാരെ വിളിച്ച് കയറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ രാഷ്ട്രീയക്കാരൻ്റെ സിംഹാസനവും ചീഫ് മിനിസ്റ്ററുടെ സിംഹാസനവും ക്രിസ്തുവിൻ്റെ സിംഹാസനം അടുത്തടുത്തിരിക്കില്ല. ചായ മാനസാന്തരപ്പെടുക. മനസ്താപപ്പെടാനല്ല ഞാൻ പറയുന്നത്, മാനസാന്തരപ്പെടുവാൻ. ഡോക്ടർ റെവറൻറ്റിന് മനസ്താപം എന്ന വാക്കിൻ്റെ അർത്ഥവും മാനസാന്തരം എന്ന വാക്കിൻ്റെ അർത്ഥവും മനസ്സിലായിട്ടില്ലെന്ന് തോന്നണു. അതൊന്ന് പറഞ്ഞിട്ട് പോകാം. എന്തായാലും ഗ്രീക്കിലെ 2 പദങ്ങളാണ്
ഇംഗ്ലീഷിലേക്ക് റിപ്പൻ്റ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. മെറ്റാമെലോമായി എന്നും മെറ്റാനിയോ എന്ന വാക്കും. ഈ മെറ്റാമെലോമായി എന്ന വാക്കിനാണ് മനസ്താപം എന്ന് പറയുന്നത്. ഇത് ആരുടെ മനസ്താപം എന്നറിയാമോ? ഇസ്കരത്തെ യൂദായുടെ മനസ്താപം, മാനസാന്തരമല്ല. എന്നാൽ മെറ്റാനിയോ എന്ന വാക്കിൻ്റെ അർത്ഥം അതൊരു സെൻസിബിലിറ്റി എന്നോ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി എന്നോ നടക്കുന്ന ഒരു കാര്യമല്ല. നമ്മുടെ ഫ്രീ വില്ലിൽ നമ്മുടെ അൾട്ടിമേറ്റ് ഇൻറ്റൻഷന് വരുത്തുന്ന മാറ്റത്തെ പറയുന്നതാണ് മാനസാന്തരം. ഇന്ന് ഇംഗ്ലീഷ് വേർഡ് റിപ്പൻറ്റൻസ് എന്ന വാക്കിനെ പശ്ചാത്താപം അല്ലെങ്കിൽ റിഗ്രറ്റ്, റിമോസ്, വ്യസനം, സോറ എന്നൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലൊരു വാക്കാണ് റവറൻ ഡോക്ടർ പറഞ്ഞതായിട്ടുള്ള മനസ്താപം. ഇത് കത്തോലിക്കർ ഉപയോഗിക്കുന്ന വാക്കാണ്. എന്തായാലും അവിടെയല്ല വിഷയം കിടക്കുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് തന്നെ കടന്നു വരേണ്ടിയിരിക്കുന്നു. അപ്പോൾ ലേവ്യ പുസ്തകത്തിലായിരുന്നു നാം ചിന്തിച്ചത്. അത് വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യമായിരിക്കുന്നതുകൊണ്ട് അപ്പോൾ യഹോവയുടെ പ്രസാദം ലഭിക്കാൻ തക്കവണ്ണം അവ അതിനെ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്ക് വെച്ച് അർപ്പിക്കണം എന്ന് പറഞ്ഞാൽ ചർച്ച് ഓഫ് ക്രൈസ്റ്റിൽ മാത്രമേ ദൈവം പ്രസാദിക്കുന്ന യാഗം നടക്കുന്നുള്ളൂ. മനസ്സിലാക്കിക്കൊള്ളട്ടെ. ഓക്കെ, അവൻ ഹോമയാഗത്തിൻ്റെ തലയിൽ കൈവയ്ക്കണം. എന്നാൽ അത് അവന് വേണ്ടി പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ്റെ പേർക്ക് സുഗ്രാഹ്യമാകും. അപ്പം പ്രായശ്ചിത്തം യേശുക്രിസ്തുവിൻ്റെ വികാരിയസ് സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ പകരക്കാരനായിട്ടുള്ള യാഗം. അതിൻ്റെ ഫലം കിട്ടണമെങ്കിൽ ഓരോരുത്തൻ ക്രിസ്തുവിൽ ആശ്രയിച്ച് എൻ്റെ പാപത്തിന് പകരമായി നീ പാപപരിഹാരമായി തീർന്നു ഇത് അംഗീകരിക്കണം. 2 കൊരിന്ത്യസ് 5-21 വാക്യം, പാപം അറിയാത്തതിനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമാക്കി എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അവൻ യഹോവയുടെ സന്നിധി കാളക്കിടാവിനെ അറുക്കണം, കൊണ്ടുവരുന്നവൻ തന്നെ അറുക്കണം. അതിനാണ് ഗലാത്യയിലെ 5:24 പറയുന്നത്, ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചിരിക്കുന്നു. അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിൻ്റെ രക്തം കൊണ്ടുവന്ന് സമാഗമന കൂടാരത്തിൻ്റെ വാതിക്കലുള്ള യാഗപീഠത്തിന്മേ ചുറ്റും തെളിക്കണം. അവൻ ഹോമ യാഗമൃഗത്തെ തോലുരിച്ച്, അത് ഞാൻ കൊളോസ്യർ 2:11 വായിച്ചത്, ജഡശരീരം ഉരിഞ്ഞു കളയണം, ഖണ്ഡം ഖണ്ഡമായി മുറിക്കണം. അത് നമുക്ക് ലൂക്കോസ് എഴുതിയ സുവിശേഷം 14 അധ്യായത്തിൽ ഒന്ന് വായിച്ചു നോക്കാം. ലൂക്കോസ് 14:26 തുടങ്ങി. എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെ കൂടെയും പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിയുവാൻ ഇച്ഛിച്ചാൽ ആദ്യം വരുന്നത് അത് തീർപ്പാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ? അല്ലെങ്കിൽ അടിസ്ഥാനം വിട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കാം. കാണുന്നവരെല്ലാം ഈ മനുഷ്യൻ പണിയുവാൻ തുടങ്ങി തീർപ്പാൻ വകയില്ല എന്ന് പരിഹസിക്കുമല്ലോ. അല്ല, ഒരു രാജാവ് മറ്റു രാജാവിനോട് കൂടെ പടയെടുപ്പാൻ പുറപ്പെട്ടിരുന്ന് 20,000 വരുന്നവനോട് താൻ 10,000 എതിർപ്പാൻ മതിയോ എന്ന് ആലോചിക്കുന്നില്ലയോ? 36 വാക്യം ഞാൻ വായിക്കുകയാണ്. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളത് ഒക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഇതൊക്കെയാണ് അടിസ്ഥാന ഉപദേശങ്ങൾ കിടക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നാം പറഞ്ഞു വന്നത് കർത്തൃമേശ എടുക്കാനുള്ള ക്വാളിഫിക്കേഷൻ ആഭരണം ഊരുന്നതല്ല. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിൽ പ്രസാദമുള്ള യാഗമായിട്ട് അർപ്പിക്കുമ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ നടന്നിരിക്കും. ശവത്തമ്മേൽ ആരും ആഭരണം ഇടാറില്ല. ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണം. കൺക്ലൂഷനായിട്ട് പറയുന്നത്, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിന ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ജഡത്തിൻ്റെ മോഹത്തിന് നീ ആഭരണം ധരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ യഹൂദനായ റബിയുടെ അടുത്ത് പോയി ഉപദേശം പ്രാപിക്കാൻ പോകണ്ട. ഇവിടെയും സൺഡേ സ്കൂൾ പഠിക്കാൻ കഴിവുള്ള പുണ്യങ്ങളുണ്ട്. ഈ ഡെവറൻറ്റും ഡോക്ടറേറ്റും പാസ്റ്ററും എല്ലാം മാറ്റി വെച്ചിട്ട് ഒരു സൺഡേ സ്കൂളിൽ യൂണിഫോം ഇട്ട് വന്ന ഈ അടിസ്ഥാന ബാലപാഠങ്ങളൊക്കെ ഒന്ന് പഠിപ്പിച്ചു തരാം. ഹല്ലേലൂയ. ഇനി വിവാഹം
ആഭരണമിട്ടവർക്ക് വിവാഹം നടത്തി കൊടുക്കാൻ പറ്റില്ല. വിവാഹം ആരുമായിട്ടാണെന്നുള്ളത് നമുക്ക് ചിന്തിച്ച് നോക്കാം. 2 കൊരിന്ത്യർ 6:14 തുടങ്ങി ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ വളരെ വിശദമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ടെന്നേ. 2 കൊരിന്ത്യർ 6:14 തുടങ്ങി, നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത് എന്ന് പറഞ്ഞാൽ ക്രിസ്തു ഇല്ലാത്തവനുമായിട്ട് വിവാഹം പാടില്ല. നീ ക്രിസ്തുവിൽ മരിച്ച് അവൻ്റെ മരണത്തോടും അടക്കത്തോടും പുനരുത്ഥാനത്തോടും ഏകീഭവിക്കുന്ന വിശ്വാസ സ്നാനം ഏറ്റവനാണോ അല്ലെങ്കിൽ നീ പിന്നെ ആഭരണം ധരിക്കാൻ ആഗ്രഹിക്കില്ല. നീ ജഡത്തിൻ്റെ മോഹത്തിനനുസരിച്ച് ജീവിക്കുകയില്ല. നീ ജഡത്തെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ദൈവ പൈതങ്ങൾ, ദൈവകുടുംബത്തിൽ ജനിച്ചവർ, വീണ്ടും ജനനം പ്രാപിച്ചവർ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന അവർക്കും ദൈവ മക്കളാണുള്ള അധികാരം കൊടുത്തു. ഇത് പാരമ്പര്യ പെന്തക്കോസ്തിൻ്റെ കാര്യമല്ല. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലുമല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്ന് അത്രേ ജനിച്ചത്. അപ്പം ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ജഡത്തിൻ്റെ മോഹമനുസരിച്ച് ആഭരണം ധരിക്കുന്നവരോട് വിവാഹം കഴിക്കാൻ പോകരുതിൻ്റെ അർത്ഥം. നീതിക്കും അധർമ്മത്തിന് തമ്മിൽ എന്തൊരു ചർച്ച, വെളിച്ചത്തിന് ഇരുളിനോട് എന്തൊരു കൂട്ടായ്മ, ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്തൊരു പൊരുത്തം, അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്തൊരു ഓഹരി, ദേവാലയത്തിൻ്റെ വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത, നാം ജീവനുള്ള ദൈവത്തിന് ആലയമല്ലോ, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും, ഞാൻ അവർക്ക് ദൈവം, അവർ എനിക്ക് ജനവുമാകുന്നു എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപ്പെട്ടിരിക്കുന്നെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. ഇത് ഞാൻ പറയുന്നതല്ല, ദൈവവചനം പറയുന്നതാണ്. അപ്പോൾ ഉപദേശമുണ്ടോ? ആഭരണം ധരിക്കരുതെന്നൊരു ഉപദേശമല്ല, ആഭരണം ധരിക്കുന്നതിനെ കുറിച്ചൊരു ഉപദേശമല്ല. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ലൈഫ് സ്റ്റൈലാണെന്ന്. ആ ലൈഫ് സ്റ്റൈല് ഫിലിപ്പൈൻസിൽ ഞാൻ കുറച്ചാൾ ദുബായിലുണ്ടായിരുന്നു, ഒരു 6.5 വർഷം. അവിടെ ഈ ഫിലിപ്പൈൻസ് പെമ്പിള്ളേർ ഹാഫ് നിക്കറിട്ട നടക്കുക, തൊടയുടെ മേളിലുള്ള ഹാഫ് നിക്കറിട്ട നടക്കുക. അതും കൊണ്ട് നീ ഇവിടെ കേരളത്തിൽ വന്നിട്ട് അതിട്ട് നടന്നാണ്ടല്ലോ, ഈ തെരുവ് നായ്ക്കൾ പിന്നെ നല്ല വേസ്റ്റല്ല കഴിക്കുക, അതിൻ്റെ മാംസമായിരിക്കും കടിച്ചു കയറുന്നത്. ലൈഫ് സ്റ്റൈൽ, അമേരിക്കയുടെ ലൈഫ് സ്റ്റൈൽ അവിടെ കിടക്കട്ടെ, ഫിലിപ്പൈൻസിൻ്റെ ലൈഫ് സ്റ്റൈൽ അവിടെ കിടക്കട്ടെ. നീ മലയാളിയാണെങ്കിൽ, കേരളത്തിലാണെങ്കിൽ നീ ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ ആചരിക്കുക. ഇവിടുത്തെ ലൈഫ് സ്റ്റൈലിൻ്റെ കാര്യം നീ പിടിച്ചുകൊണ്ട് ദൈവസഭയുടെ ഉപദേശത്തിലേക്ക് കൊണ്ടുവരുന്നത്. ദൈവസഭയ്ക്ക് നല്ല വ്യക്തമായ ഉപദേശമുണ്ട്. നീ ജഡത്തെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിന് ആ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നെങ്കിലും ജീവിക്കും. വീണ്ടും ജീവിക്കണമെങ്കിൽ ജഡത്തിൻ്റെ മോഹങ്ങൾ, ആഭരണം മാത്രമല്ല, പത്രോസിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം മറ്റു കാര്യങ്ങളൊക്കെയുണ്ട്. പലർക്കും നിങ്ങളുടെ കൺമുമ്പിൽ അമേരിക്കയിൽ വല്ല കൊഴുപ്പൊക്കെ തിന്നു കഴിഞ്ഞപ്പോൾ മോടിയേറിയ ബിൽഡിങ്ങുകളും മോടിയേറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നും ദൈവവചനപ്രകാരം തന്നെ കഷ്ടതയോ തുഷ്ടിയോടെ കൂടെ കുടിച്ച് കഷ്ടത സഹിഷ്ണ സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്ന അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ക്രിസ്തു വസിക്കുന്നവരായിട്ട് ജീവിക്കുന്ന കൂട്ടം ഇന്നും കേരളത്തിലുണ്ട്. അവരെ പാസ്റ്റർമാരെന്നോ റെവറൻറ്റുമാരൊന്നും വിളിക്കാറില്ല, പക്ഷേ ഉണ്ട്. അപ്പോൾ നമുക്ക് ചില വിഷയങ്ങൾക്ക് വീണ്ടും കടന്നു വരേണ്ടതുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ആഭരണം മാറ്റുന്നതല്ല, സ്നാനത്തിൻ്റെ അടിസ്ഥാനം വീണ്ടും ജനനം പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ മരണത്തോടും അടക്കത്തോടും പുനരുത്ഥാനത്തോടും ഏകീഭവിക്കുന്നതാണ് വിശ്വാസ സ്നാനം. കർത്തൃമേശയുടെ അടിസ്ഥാനം എന്ന ആഭരണം മാറ്റിക്കളയുന്നതല്ല, ഹൃദയ പരിച്ഛേദന. തീയിൽ ചുട്ടതായിട്ടുള്ള മാംസം പുളിപ്പില്ലാത്ത അപ്പത്തോടും കയ്പിച്ചീരയോടും കൂടെ തിന്ന് കയ്യിൽ വടി പിടിച്ച് അരമുറക്കി കാലിൽ ചെരിപ്പിട്ട് ഹൃദയ പരിച്ഛേദനയോട് കൂടെ വരുന്നവർക്കാണ് കർത്തൃമേശ എടുക്കാനും കൊടുക്കാനും യോഗ്യതയുള്ളൂ. വിവാഹം വിശ്വാസിക്ക് അവിശ്വാസിയുമായിട്ട് ഇണയില്ല പുണ കൂടരുത്. നിനക്ക് ജഡത്തിൻ്റെ മോഹം ധരിച്ച് മോടിയേറിയ വസ്ത്രമോ ആഭരണം ധരിച്ചു, നീ ധൈര്യമായിട്ട് ധരിച്ചോ, ഒരു കുഴപ്പമില്ല. ഇനി കുറച്ച് ഡയലോഗുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. IPCയിലെ ഒരു പാസ്റ്ററായിട്ട് 89 ഞാൻ ഓർഡെയിൻ ചെയ്യപ്പെട്ടു. അത് കഴിഞ്ഞ് ഒരു IPC ചർച്ച് ഇവിടെ ന്യൂയോർക്കിൽ ഞാൻ ആരംഭിച്ചപ്പോഴും ഈ ഒരു വിഷയം ഞങ്ങൾ ഒരു വാദപ്രതിവാദ വിഷയമായിട്ട് എടുത്തിട്ടില്ല. എന്നാൽ ആദ്യം മുതൽ തന്നെ ആഭരണം ധരിച്ച ആരെങ്കിലും തിരുവത്താഴത്തിൽ പങ്കെടുത്താൽ അതൊന്നും ഒരു വിലക്കണ്ട എന്നുള്ള ഒരു നിലപാട് ഞാൻ എൻ്റെ
അപ്പോൾ ഉപദേശം പ്രാപിച്ച് റാന്നിയിൽ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഈ അപ്പച്ചന് ഡോക്ടറേറ്റ് കിട്ടി റവറൻറ്റുമായി അമേരിക്കൻ ന്യൂയോർക്കിൻ്റെ കൊഴുപ്പ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഉപദേശം അങ്ങ് മാറ്റി. ആഭരണം ധരിച്ചു വരുന്നവർക്ക് കറുത്തുമേശ വിലക്കേണ്ടെന്നൊരു ഉപദേശത്തിലേക്ക് അങ്ങ് മാറ്റി. വിഷയം വേറെയാ. ഇനി ഒന്ന് കേട്ടു നോക്കാം. എന്നാൽ ഭൂരിഭാഗം പേരും അങ്ങനെ ഒരു വിഷയത്തിൽ ശക്തമായ ഒരു പഠിപ്പിക്കുകയില്ല. ഇല്ലായിരുന്നു. അവർക്കെല്ലാം വ്യക്തമായിട്ട് അന്നേ അറിയാമായിരുന്നു ഇതൊരു ഉപദേശ വിഷയമായിട്ട് നമുക്ക് സ്ഥാപിക്കാൻ ഒക്കുന്നൊരു കാര്യമല്ല. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു വരുന്നത്, ആദിമ നൂറ്റാണ്ടുകളിൽ കേരളത്തിൽ അപ്പച്ചന്മാർ ഈ ഉപദേശം വളരെ ശക്തമായിട്ട് പഠിപ്പിച്ചിരുന്നു. എന്നാൽ അവർ മനസ്സിലാക്കിയിരുന്നു ഇതൊരു ഉപദേശമല്ല, ലൈഫ് സ്റ്റൈലാണെന്ന്. ഞങ്ങൾക്ക് ഇന്ന് വീഡിയോയിലൊക്കെ വേണ്ടത്ര ദേവദാസന്മാരുടെ അടിസ്ഥാനപരമായ തീയിൽ ചുട്ടതായിട്ടുള്ള മാംസം പുളിപ്പില്ലാത്ത അപ്പത്തോട് കയ്പിശൂരിയോടും കൂടെ തിന്ന് ദേവസ്ഥലയിൽ നടന്ന് ഇടുക്കുമുള്ള വാതിലും ഞെരുക്കുമുള്ള വഴിയും തിരഞ്ഞെടുത്ത് നിത്യത പ്രാപിച്ച ദേവദാസന്മാരെയും ദേവദൂതന്മാരെ അറിയാം. ഇത് അമേരിക്കയിലെ കൊഴുപ്പല്ല. ഇവിടെ കേരളത്തിൽ ലോകം കണ്ടവരും ഭൂഖണ്ഡങ്ങൾ ചുറ്റിച്ചിരിച്ച ദേവദാസന്മാരുണ്ട്. അവരെയൊന്നും മറന്നു കളയണ്ട. ഇതൊന്നും അത്ര എളുപ്പമായ കാര്യമല്ല. ആദ്യ സമയങ്ങളിൽ ആഭരണം ധരിക്കുന്നത് തെറ്റാണെന്നും ആഭരണം ധരിക്കുന്ന വിഗ്രഹാരാധനയുടെ ഭാഗമാണെന്നും ആഭരണം ഉപേക്ഷിക്കണമെന്നും പഠിപ്പിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. എങ്കിൽ പോലും ക്രമേണ നമ്മുടെ പിതാക്കന്മാരെല്ലാവരും ആ കാര്യം മനസ്സിലാക്കിയിരുന്നു. ഇതൊരു ഉപദേശമല്ല, ഇത് ഉപദേശപരമായിട്ട് നമുക്ക് സ്ഥാപിക്കാൻ ഒക്കുന്ന ഒരു വിഷയമല്ല എന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ഉപദേശമല്ല എന്നാണ് അപ്പച്ചൻ പറഞ്ഞു വരുന്നത്. അയ്യോ, അപ്പച്ചനല്ല, റവറൻറ്റ് ഡോക്ടർ സണ്ണിച്ചായൻ. അന്നത് ഉപദേശം തന്നെയാണ്. അതാ പറയുക, റവറൻറ്റ് സ്ഥാനം, ഡോക്ടർ സ്ഥാനം, പാസ്റ്റർ സ്ഥാനം മാറ്റിവെച്ച് സൺഡേ സ്കൂൾ സ്ഥാനം എടുത്ത് ഡ്രസ്സ് ഇട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ ഉപദേശം എന്തൊക്കെയാണെന്ന് പഠിപ്പിച്ച് തരാം. ഇനി എന്താ പറയുന്നത് നോക്കാം. ന്യൂയോർക്കിലുണ്ടായിരുന്ന ഒരു ദൈവത്തിന്റെ ദാസൻ പാസ്റ്റർ കെ വി കുര്യൻ, അദ്ദേഹമായിട്ട് അനേക വിഷയങ്ങൾ തിയോളജിക്കൽ നല്ലവണ്ണം വചനം അറിയാവുന്ന ഒരു ദൈവദാസനായിരുന്നു. തിയോളജി അറിയാവുന്ന മറ്റൊരു ഡോക്ടറെ കുറിച്ച് പറയുന്നത് ഞാൻ മിനിസ്റ്ററിലേക്ക് വന്ന സമയം കെ വി കുര്യൻ. ആ സമയങ്ങളിൽ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വിഷയം, പുതിയ നിയമത്തിൽ സണ്ണി, നമ്മളെ പുതിയ നിയമത്തിൽ നിന്ന് ഉദ്ധരിക്കുന്ന വാക്യം പത്രോസിന്റെ ലേഖനത്തിലെ വാക്യമാണ്, നിങ്ങളുടെ ആഭരണം പൊന്ന് വെള്ളി വിലയേറിയ വസ്ത്രം. അതിനേക്കാളും വളരെ ശക്തമായിട്ട് പൗലോസ് റോമാലേഖനത്തിൽ എഴുതി വച്ചിരിക്കുന്ന, ജഡത്തെ അനുസരിച്ച് നടക്കുന്നവൻ മരിക്കും നിശ്ചയം. നീയോ ചത്തുവെങ്കിൽ അത് വളരെ വ്യക്തമായിട്ട് സദൃശ്യവാക്യങ്ങൾ 4-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കണം. സദൃശ്യവാക്യങ്ങൾ 4-ാം വാക്യത്തിൽ ദുഷ്ടന്മാരുടെ പാതയിൽ നീ ചെല്ലരുത്, ദുർജനത്തിൻ്റെ വഴി നടക്കുകയും വരുത്. അതിനോട് അകന്നു നിൽക്കുക, അതിൽ നടക്കരുത്, അത് വിട്ടുമാറി കടന്നു പോകുക. അവർ ദോഷം ചെയ്തിട്ടല്ലാതെ ഉറങ്ങുകയില്ല, വല്ലവനെയും വീഴിച്ചിട്ടല്ലാതെ അവർക്ക് ഉറക്കം വരികയില്ല. ഇതാണ് ലോകം ചുറ്റി, ഭൂഖണ്ഡങ്ങൾ ചുറ്റി ഇവർ വീണിരിക്കുന്നവർക്ക് വല്ലവനെയും വീഴിച്ചിട്ടല്ലാതെ ഉറക്കം വരികയില്ല. അപ്പോൾ അതിനുവേണ്ടി റബ്ബിമാരുടെ അടുത്ത് പോകും, പല പല ഉപദേശങ്ങളും പ്രാപിക്കും. കാരണം എന്താ പറയുക, വീണവൻ മറ്റൊരുവനെ വീഴിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല കേട്ടോ, ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുക, അവർ ദോഷം ചെയ്തിട്ടല്ലാതെ ഉറങ്ങുകയില്ല, വല്ലവനെയും വീഴിച്ചിട്ടല്ലാതെ അവർക്ക് ഉറക്കം വരികയില്ല. അതിനാണ് ഇതുപോലെ പല ആത്മാർത്ഥമായ ദൈവസ്ഥനെ വന്നിരിക്കുന്ന ഒരു 10-85 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ട്രിവാൻഡ്രത്ത് നിന്നുള്ള ഈ ക്രൈസ്റ്റ് തിയോളജി പറഞ്ഞ ഗ്രൂപ്പ്. അപ്പോൾ ആ ജനത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഉപദേശപരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ അങ്ങനെ കടന്നു പോകുമ്പോൾ സംസാരമാണ് എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അപ്പോൾ അവർ ആഭരണം ഊരി വെക്കാൻ അവരോട് പറഞ്ഞതെല്ലാം അവരുടെ മനസ്താപത്തിന്റെ ഭാഗമായി. ഇവിടെ പറഞ്ഞ മനസ്താപം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇസ്കരത്തെ യൂദാവിനുണ്ടായ മനസ്താപം. അത് മാനസാന്തരമല്ല. മാനസാന്തരം എന്ന് പറയുന്നത് നമ്മുടെ ബില്ലിൻ്റെ അൾട്ടിമേറ്റ് ഇൻറ്റൻഷൻ. ഇതുവരെയും വീണ്ടും ജനനം പ്രാപിക്കുന്നതുവരേക്കും ഒരു വ്യക്തിയുടെ അൾട്ടിമേറ്റ് ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ സെൽഫിൻ്റെ ഗ്രാറ്റിഫിക്കേഷൻ ആയിരുന്നു, അവൻ്റെ സ്വയത്തിൻ്റെ ഇച്ഛാ നിവൃത്തിയായിരുന്നു. എന്നാൽ വീണ്ടും ജനനം പ്രാപിക്കത്തക്കുള്ളൊരു മാനസാന്തരം എന്ന് പറഞ്ഞാൽ അവൻ്റെ വില്ലിൻ്റെ അൾട്ടിമേറ്റ് ഇൻറ്റൻഷൻ സെൽഫ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് മാറി ബെനവലൻസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹിതം എന്നിൽ നിറവേറണം. അതിനെ പറയുന്നതാണ് അഗാപ്പെ ലവ്.
ഹല്ലേലൂയ. ഇതിനെയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. മനസ്താപം എന്ന് പറയുന്നത് തൽക്കാലത്തേക്ക് ഇസ്കരത്തെ യൂദാവിനുണ്ടായ ഒരു ചെറിയ അനുതാപം. അപ്പോൾ ഇതൊന്നും ഡോക്ടറേറ്റിൽ കിട്ടുന്നതല്ല കേട്ടോ. ഇത് പാവപ്പെട്ട സൺഡേ സ്കൂളുകാരെ പഠിപ്പിക്കല. ഓക്കെ, നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. സ്നാനവും ആഭരണവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? കേരളത്തിലെ പെന്തക്കോസ്തുകാർ പാരമ്പര്യമായിട്ട് പഠിപ്പിച്ചിരുന്നത് ആഭരണം ഊരി വെച്ചെങ്കിൽ മാത്രമേ സ്നാനപ്പെടുത്തുകയുള്ളൂ ആയിരുന്നല്ലോ. അതിന് ചരിത്രപരമായിട്ടോ ബൈബിളുമായിട്ടോ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നുള്ളതാണ് സത്യം. കാരണം ചില നാളുകൾക്ക് മുമ്പ് നിങ്ങൾ എന്തിന് സ്നാനപ്പെടണം എന്ന് ഉള്ള തലക്കെട്ടോടുകൂടെ ഞാനൊരു ബുക്ക്ലെറ്റ് എഴുതി. ആ ബുക്ക്ലെറ്റിൻ്റെ ഒരു അച്ഛാ, ഇതിന് ബുക്ക്ലെറ്റൊക്കെ എഴുതി. വളരെ ലളിതമാണ്. സ്നാനത്തിൻ്റെ അടിസ്ഥാനം ആഭരണം ഊരുന്നതല്ല, വീണ്ടും ജനനമാണ്. വീണ്ടും ജനനം പ്രാപിച്ചു, ഞാൻ ക്രിസ്തുവിനോട് കൂടെ മരിച്ചു, ക്രിസ്തുവിനോട് അടക്കപ്പെട്ടു, ഇനി മുതൽ എൻ്റെ ജീവിതം പുനരുത്ഥാന ശക്തിയോടുകൂടി ആയിരിക്കും എന്ന് ദൈവസന്നിധിയിൽ സിഗ്നിഫൈ ചെയ്യുന്നതാണ്, സാക്ഷീകരിക്കുന്നതാണല്ലോ വിശ്വാസ സ്നാനം. ഇത് ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ വളച്ച് കളയാൻ നോക്കുമ്പോൾ, വീണവൻ വലവന് വീഴിക്കാൻ നോക്കുമ്പോൾ ഇതേപോലുള്ള ആയുധമായിട്ട് യോശുവയുടെ സ്പീറോ അല്ലെങ്കിൽ ദാവീദിൻ്റെ കവണിയൊക്കെ ആയിട്ട് ചിലപ്പോലൊക്കെ ദൈവം എഴുന്നേൽപ്പിക്കും. പിന്നെ ഞങ്ങൾക്കൊന്ന് പണി തരാതിരുന്നല്ല എൻ്റെ തലമുറയിൽപ്പെട്ട പെന്തക്കോസ്തുകാരും എന്നെക്കാട്ടിൽ ഇളയ തലമുറയിൽപ്പെട്ട പെന്തക്കോസ്തുകാരും നാട്ടിൽ നിന്നും ഒരു ഭൂരിഭാഗം പേരും ഇന്നും ആഭരണം ധരിക്കുന്നില്ല. നാട്ടുപിതാക്കന്മാർ പഠിപ്പിച്ച പഠിപ്പിക്കൽ തന്നെ മുമ്പോട്ട് പോകുന്നു. എന്നാൽ ഇവിടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് വലിയൊരു വിഷയമുണ്ട്. ഇത് റബിമാരുടെ അടുത്ത് പോയി ചോദിച്ചാൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള വിഷയം കിട്ടില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾ ജോയ്സ് മേയറിനെയും ബെന്നിഹിനെയൊക്കെ കാണുമ്പോൾ ഇത് ആത്മാവ് ഏതാണെന്ന് വിവേചിക്കണമെങ്കിൽ റബ്ബിമാരുടെ അടുത്ത് പോയാൽ കിട്ടില്ല. അതുപോലെ അവസാന സൈഡിൽ പറഞ്ഞിരിക്കുന്നല്ലോ, ദൈവം അങ്ങ് ഭയങ്കര കരുണാസമ്പന്നനായിരിക്കുന്നതുകൊണ്ട് കത്തോലിക്കിലും ഓർത്തഡോക്സിലും യാക്കോബയിലും ഇന്നിപ്പോൾ അവിടെയുള്ള ഹിന്ദുക്കളിലും സർദാർജിമാരിലും മുസ്ലിമുകൾ അന്യഭാഷ പറയുന്നതൊക്കെ ദൈവം കൊടുക്കുന്ന പരിശുദ്ധാത്മാവാണെന്നാണോ റവറൻറ്റ് ഡോക്ടറേറ്റ് കിട്ടിയ അച്ചായൻ മനസ്സിലാക്കിയിരിക്കുന്നത്? ഇതിനെ കീർത്തിക്കുന്നവനാണോ പെന്തിക്കോസിലെ പാസ്റ്റർ? ഇതൊക്കെ ഞങ്ങൾ ശിശുക്കളായി ഞങ്ങൾക്ക് വിവേചിക്കാനുള്ള കഴിവായി ഇനി പാസ്റ്റ് ഉടുപ്പൊക്കെ മാറ്റി വയ്ക്കുക, റെവറൻറ്റൊക്കെ മാറ്റി വയ്ക്കുക. ഈ ശിശുക്കളുടെ അടുത്ത് സൺഡേ സ്കൂൾ യൂണിഫോം ഇട്ടിട്ട് വരുവാണെങ്കിൽ ഞങ്ങൾ പഠിപ്പിച്ചു തരാം ഇനി എന്താണ് വിഷയം എന്നുള്ളത്. പക്ഷേങ്കിൽ അതൊരു ലൈഫ് സ്റ്റൈൽ ഇഷ്യൂ ആണെന്ന് നമ്മൾ സ്വീകരിക്കണം. നമ്മൾ ആരെയും പിടിച്ചേൽപ്പിക്കാൻ പോകല്ല. ആരെങ്കിലും ആഭരണം ധരിക്കുന്നെങ്കിൽ അത് അവർ 2ാം ക്ലാസ് പെന്തക്കോസ്തുകാരാണെന്ന് ചിന്തിക്കല്ല. 2ാം ക്ലാസ് പെന്തക്കോസ്തുകാരനോ അല്ലെങ്കിൽ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടാൻ യോഗ്യതയുള്ളവനല്ല, അവൻ ജഡത്തെ അനുസരിച്ച് നടക്കുന്നവനാണെന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ജഡത്തെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. അൾട്ടിമേറ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളൊരു പോയിന്റ് ഞാൻ പറയാം. പെന്തക്കോസ്തുകാർ, ഞാനൊരു പെന്തക്കോസ്തിലെ പാസ്റ്ററാണെന്ന് ഉള്ള തികഞ്ഞ ബോധത്തോടുകൂടെ ഭാഷ സംസാരിക്കുന്നവരിൽ 20% പേര് മാത്രമേ പെന്തക്കോസ്തുകാരായിട്ടുള്ളൂ. ബാക്കി 80% പേരും പെന്തക്കോസ്തിന് പുറത്താണ്. കത്തോലിക്കരുടെ ഇടയിൽ കരിസ്മാറ്റിക് ഉണ്ട്, യാക്കോബക്കാരുടെ ഇടയിൽ കരിസ്മാറ്റിക്, ഓർത്തഡോക്സുകാരുടെ ഇടയിൽ കരിസ്മാറ്റിക്. അപ്പോൾ കത്തോലിക്കരുടെ കരിസ്മാറ്റിക്കിലും ഓർത്തഡോക്സിൻ്റെ കരിസ്മാറ്റിക്കിലും യാക്കോബക്കാരുടെ കരിസ്മാറ്റിക്കിലും വ്യാപരിക്കുന്ന ആത്മാവ് ദൈവം കൊടുത്ത പരിശുദ്ധാത്മാവാണെന്ന് ചിന്തിക്കുന്ന ഡോക്ടറേറ്റ് ആണെങ്കിൽ ഈ ഡോക്ടറേറ്റിൻ്റെ ഡ്യൂപ്ലിക്കേസി എന്ന് മനസ്സിലാക്കണം. ഞാൻ കുവൈറ്റിലും ദുബായിലൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് നാൾ. കുവൈറ്റിൽ ഈ ഹെൽപ്പർമാരായിട്ട് ബംഗാളികൾ ഹെൽപ്പർമാരായിട്ട് നിൽക്കും. കുറച്ച് നാൾ ഈ പല്ലെടുക്കുന്നിടത്ത്, പ്രത്യേകിച്ചും ഡെൻ്റലിൽ അവർ കാണിക്കുക. ഈ ഡോക്ടർമാർ പല്ലെടുക്കുന്ന ചെറിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവൻ അവർ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു വൈറ്റ് ഓവർകോട്ടൊക്കെ മേടിച്ച് ഒരു സ്റ്റെതസ്കോപ്പൊക്കെ മേടിച്ച് ചെറിയൊരു റൂം വെച്ചിട്ട് ഇവർ പല്ല് ശുശ്രൂഷ അങ്ങ് തുടങ്ങും. ആരും അറിയില്ല. ഒരു 5-6 മാസം ഓടിക്കഴിഞ്ഞ് ഡോക്ടറെ അടുത്ത് പോയി 100 കേടിയോ അല്ലെങ്കിൽ ഒരു 150 ദിറംസോ കൊടുക്കണമെങ്കിൽ ഇവരുടെ അടുത്ത് 10 കേടി കൊടുത്താൽ മതി. അപ്പോൾ ജനം വേണ്ടത്ര കിട്ടും. ഇതുപോലെ സൈഡ് ബിസിനസ് ചെയ്യുന്ന കുറേ ബംഗ്ലാദേശികളാണ് കൂടുതലും ചെയ്യാത്. പലപ്പോഴും പിടിച്ചു കിടന്ന് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡോക്ടറേറ്റുമാർ, ഡ്യൂപ്ലിക്കേറ്റ് ഡോക്ടറേറ്റുമാരെയൊക്കെ അളക്കാനുള്ള ദൈവാത്മാവിൻ്റെ അഭിഷേകമുള്ള ശിശുക്കൾ ഇന്ന് കേരളത്തിലുണ്ട്. അപ്പം ഞാൻ വീണ്ടും പറയുന്നത്, ഈ ഡോക്ടറേറ്റും റവറൻറ്റും പാസ്റ്ററും ഡിഗ്രിയൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് സൺഡേ സ്കൂൾ യൂണിഫോം ധരിക്കുകയാണെങ്കിൽ നിത്യജീവൻ പ്രാപിക്കാൻ സാധിക്കും. ഇനി കൺക്ലൂഷനിലേക്ക് വരാൻ പോവാണ്.
1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 1 തുടങ്ങിയ വാക്യങ്ങൾ ഞാനിത് ആംപ്ലിഫൈഡ് ബൈബിളിൽ നിന്ന് വായിക്കുകയാണ്. For I do not want you to be ignorant, believers, that our forefathers were all under protected by the cloud, in which God's presence went before them, and every one of them passed safely through the Red Sea, and each one of them allowed himself also to be baptized into Moses in the cloud and in the sea. They were thus brought under the obligation to the law, to Moses, and to the covenant, consecrated and set apart to the service of God. അവിടെ പ്രത്യേക ഒരു വാക്യം ഞാൻ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നു. To be baptized into Moses in the cloud and the sea. They were thus brought under the obligation to the law. അത് ഞാൻ മലയാളത്തിൽ നിന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1 കൊരിന്ത്യൻസ് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 1 തുടങ്ങിയ വാക്യങ്ങൾ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ഇവിടെ എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നെന്നൊരു വാക്ക് അവിടെ ആംപ്ലിഫൈഡ് ബൈബിളിൽ വരുമ്പോൾ കുറച്ചും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുന്നത് to be baptized into Moses in the cloud and the sea. They were thus brought under the obligation to the law, to Moses, and to the covenant. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി ചോരത്തിലൂടെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കൊല്ലപ്പെടും. ക്രിസ്തുവിനോട് സ്നാനപ്പെട്ടൊരു വ്യക്തി ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നവനാണ്. പുതിയ നിയമത്തിൻ്റെ വ്യവസ്ഥയോട് അടിമപ്പെട്ടിരിക്കുന്നവനാണ്. ക്രിസ്തുവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനാണ്. ഇവന് പിന്നെ ജഡത്തിൻ്റെ മോഹമല്ല വരുന്നത്. ഇവൻ ജഡത്തെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചവന്. അപ്പോൾ ഈ 3 വാക്യത്തിൻ്റെയും ആഭരണത്തിൻ്റെ വിഷയം ഒരൊറ്റ വാക്യത്തിൽ കൺക്ലൂഡ് ചെയ്യാം. അതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ആമേൻ. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിന് ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നെങ്കിലോ നിങ്ങൾ ജീവിക്കും. നിൻ്റെ ജഡത്തിൻ്റെ മോഹത്തിനു വേണ്ടി ആഭരണമല്ല നീ എന്തെല്ലാം മോടിക്കാണിച്ചിട്ട് അതിന് ദൈവവചനത്തിന് ഉപദേശം തേടി വരല്ലേ. നിനക്ക് ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കണോ? ഒരിക്കലും ആശീർവദേശി പറയണ്ടായിരുന്നു. പെരുമ്പാവൂർ ഒരു കൺവെൻഷനിൽ വെച്ചാണ് ഞാൻ തോന്നുന്നു, അല്ലെങ്കിൽ കോട്ടയത്താണെന്ന് അറിയില്ല. നീ നല്ലൊരു ജേഴ്സി പശുവിനെ മേടിക്കണം. നീ എന്തിനാ ഈ ബുദ്ധിമുട്ടി നടക്കുന്നേ? നിനക്ക് അടിച്ച് മിന്നടിച്ച് നടക്കാനാണെങ്കിൽ ഞാനൊരു മാർഗം പറഞ്ഞുതരാം. നല്ലൊരു ജേഴ്സി പശുവിനെ മേടിക്കുക. ഒരു 25 ലിറ്ററോളം പാല് കിട്ടും അതിന്. ആ പാല് കറന്ന് കുടിച്ച് നീ നല്ല പൊടിച്ച് പൂസായിട്ട് അങ്ങ് കടന്നോ. നീ എന്തായാലും അങ്ങോട്ട് പോകാൻ പോകുന്നില്ല. ഇവിടെ അങ്ങ് സ്തുതിച്ച് ആസ്വദിക്കുക. അല്ല, നിനക്ക് അങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇതൊക്കെ ഉരിഞ്ഞ് കളഞ്ഞ് മര്യാദയ്ക്ക് അതേപോലെ തുറന്നു പറയുന്ന ദേവദാസന്മാർ ഇന്നും ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇവിടേക്ക് ഉണ്ട്. അപ്പം ഞാൻ കൺക്ലൂഡ് ചെയ്യട്ടെ. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. നീ ജഡത്തിൻ്റെ മോഹത്തിനാണ് ആഭരണം ഇടുന്നത്. യു ആർ ഡെഡ്. ഇനി ലൈഫ് സ്റ്റൈലാണെന്ന് പറഞ്ഞു കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇതൊക്കെ നിൻ്റെ ജഡത്തിൻ്റെ മോഹത്തെ നിവർത്തിക്കാൻ വേണ്ടി ദൈവവചനത്തിൽ നീ ഉപദേശം തേടുകയാണ്. ഇതിന് അനേക എവിഡൻസുകൾ ദൈവവചനത്തിന് വേറെ എടുക്കാനുണ്ട് തെറ്റിപ്പോകുന്നവരുടെ. അപ്പോൾ സദൃശ്യവാക്യം 4-ാം അധ്യായത്തിൽ വായിച്ച വാക്യം കൂടി ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. വീണവൻ മറ്റൊരുവന് വീഴിച്ചല്ലാതെ ഉറക്കം വരികയില്ല. ഇവിടെ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു. ഞാൻ ആരെയും മുറിപ്പെടുത്തുവാനല്ല, സ്നാനത്തിൻ്റെ ഉപദേശം തന്നെയാണ് ഇത്. ലൈഫ് സ്റ്റൈലല്ല. ഇനിയും ആഴത്തിൽ വചനങ്ങളുണ്ട്. തൽക്കാലം ഇവർ പറഞ്ഞ ഈ 3 പോയിൻറ്റിനുള്ള ഒരു കൗണ്ടർ മാത്രമേ ചെയ്തുള്ളൂ. ഈ ഗ്രൂപ്പിലുള്ള ജനത്തോട് ഞാൻ പറയുന്നത് വളരെ അടിസ്ഥാനമായിട്ടും വളരെ ലളിതമായിട്ടും ദൈവവചനത്തിൽ തന്നിരിക്കുന്ന ഉപദേശമാണ് വിശ്വാസ സ്നാനത്തിൻ്റെ ഉപദേശം. ഇനി ജഡത്തിൻ്റെ മോഹം അനുസരിച്ച് നടക്കുവാൻ ആഗ്രഹിക്കുന്നവർ അതിന്
ആ മോഹത്തെ നിവർത്തിക്കാൻ വേണ്ടി ദൈവവചനത്തിൽ നിന്ന് വാക്കുകളും കൂട്ടിയെടുക്കുകയാണെങ്കിൽ പണ്ട് യഹൂദ വേശ്യാപ്രവൃത്തിക്ക് പോയത്, പക്ഷെ ചെന്നത് മരുമോളുടെ അടുത്തായിരുന്നു. അതിൽ നിന്നാണല്ലോ പിന്നെ പാരസ്യം ഉണ്ടായത് പറഞ്ഞ് ദൈവകുടുംബത്തിൽ ജീനിയോളജിയിൽ വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രവൃത്തി പോയിക്കൂടായോ? പിന്നെ ഇങ്ങനെ ദൈവവചനത്തിൽ നിന്ന് ഉപദേശം തേടി പോവുകയാണേക്കാളും നല്ലത് നിൻ്റെ ജഡത്തിൻ്റെ മോഹത്തെ നിവർത്തിക്കാൻ ദൈവവചനത്തിന് ഉപദേശം തേടിപ്പോകാതെ ദൈവവചനത്തിൻ്റെ മുമ്പിൽ നുറുങ്ങി പൊടിഞ്ഞ് കർത്തൃമേശയ്ക്ക് അപ്പം എടുത്ത് പറയുന്നതാ, ഈ അപ്പം ഒന്നായിരിക്കുന്ന പോലെ ഇതിന്ന് ഭക്ഷിക്കുന്ന ഞങ്ങളെല്ലാവരും ഒന്നാണെന്ന്. ജഡത്തിൻ്റെ മോഹം അനുസരിച്ച് നടന്നു വരുന്നവൻ്റെ കൂടെ ജഡത്തെ ക്രൂശിച്ച് തീയിൽ ചുട്ടതായിട്ട് മാംസം പുളിപ്പില്ലാത്ത അപ്പത്തോടും കയ്പിച്ചുരിയോടും കൂടെ തിന്നുന്നവൻ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന ഈ അനുഗ്രഹപാത്രം നിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയാണെന്ന് പറയാൻ പറ്റുമോ? അത് അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യരുടെ 6-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വേശ്യയോടുകൂടെ ശയിക്കുന്നവൻ അവളുമായിട്ട് ഏക ശരീരമാവുന്നു. വേശ്യയോട് കൂടെ ശയിക്കുന്നവൻ വന്ന് കർത്തൃമേശയിൽ പറയാണ്, ഞങ്ങൾ അനുഗ്രഹിക്കുന്ന ഈ അനുഗ്രഹപാത്രം നിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയാകുന്നു. ഈ അപ്പം ഒന്നായിരിക്കുന്ന പോലെ ഇതിൽ നിന്ന് ഭക്ഷിക്കുന്ന ഞങ്ങളെല്ലാവരും ഒന്നാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഞാനും ഇവനോടുകൂടെ വേശ്യാപ്രവൃത്തി ചെയ്യുന്നവനാണെന്ന്. വളരെ ലളിതമായ ഭാഷയാണ്. അതുകൊണ്ട് ഇതിനൊക്കെ നല്ല മൂർച്ചേറിയ വാളുണ്ട്. പ്രിയ പാസ്റ്ററെ, പ്രിയ റെവറൻറ്റ്, ഈ 2 ഡെസിഗ്നേഷനും മാറ്റി വച്ചിട്ട് സൺഡേ സ്കൂളിൻ്റെ യൂണിഫോം ഇട്ട് വന്നാൽ ഞാനിതൊക്കെ